ടീച്ചറാണ്. തിരുവല്ലയിലെ അതിരൂപതയുടെ സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. സിസി സഹോദരിയുടെ ടീച്ചറിൻ്റെ ഇടവക സെൻറ്റ് മേരീസ് തൃപ്പൂണിത്തുറ പള്ളിയാണ്. നിങ്ങൾ അറിയും അല്ലേ? സെൻറ്റ് മേരീസ് തൃപ്പൂണിത്തുറ പള്ളി. ഞാൻ അവിടുത്തെ കൊച്ചച്ഛനെ ക്രൈസ്തവ ഒന്ന് മാതാവിന് വേണ്ടി നൊവേന എഴുതി, മാതാവിന് വേണ്ടി താൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ട്രെയിൻ യാത്രയ്ക്കിടയിൽ പാട്ട് എഴുതി, ഇങ്ങനെ ഒത്തിരിയേറെ ജീവിതത്തിൽ മാതാവിൻ്റെ സാക്ഷ്യം ഒത്തിരിയേറെ അനുഭവിച്ച വ്യക്തിയാണ്. ഈ ഉച്ച സമയത്ത് നമ്മോട് മരിയൻ സാക്ഷ്യം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്ന സിസി ലൂയിസ് ടീച്ചറിനെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ പറഞ്ഞു, എൻ്റെ പേര് സിസി ലൂയിസ്, തൃപ്പൂണിത്തറയാണ് വീട്. തൃപ്പൂണിത്തറ ഫൊറോന പള്ളി ആണ് എൻ്റെ ഇടവക. തിരുവല്ല രൂപതയുടെ കീഴിലുള്ള തിരുമൂലപുരം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛനായിരുന്നു അഗസ്റ്റിൻ മുന്നേറ്റച്ചൻ. എന്നോടൊരു ദിവസം വിളിച്ച് പറഞ്ഞു, മറിയം തിടുക്കത്തിൽ പോയതുപോലെ സിസ്റ്റേച്ചി തിടുക്കത്തിൽ ഇങ്ങോട്ട് പോരെ. അതനുസരിച്ച് ഞാൻ തിടുക്കത്തിൽ ഇങ്ങ് പോരുന്നു. പിതാവായ ദൈവത്തിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും ത്രിലോക രാജ്ഞിയുമായ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ തൊഴിൽ കൈകളോടെ നിൽക്കുമ്പോൾ ആ അമ്മയുടെ കയ്യിൽ നിന്നും അമ്മയുടെ പുത്രന്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഏതാനും ചിലത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബെർണാഡ് പറയുന്നു, മറിയം മാർഗദർശിയായുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർഗഭ്രംശം വരികയില്ല. അവളെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾ നഷ്ടധൈര്യനാവുകയില്ല. അവൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാവുകയില്ല. അവൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചാൽ നിങ്ങൾ വീഴുകയില്ല. അവൾ മുൻപേ നടന്നാൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല. അവൾ അനുകൂലിക്കുകയാണെങ്കിൽ സകലതും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ 7 മക്കളാണ്. ഞങ്ങളെ 7 പേരെയും ഞങ്ങളുടെ അച്ചാച്ചൻ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് താരാട്ട് പാടി ഉറക്കുമായിരുന്നു. അച്ചാച്ചനും അമ്മച്ചിയും ജോലിക്കാരായിരുന്നു. അമ്മച്ചി അടുക്കളയിൽ സന്ധ്യയ്ക്ക് പണിയെടുക്കുന്ന സമയത്ത് അച്ചാച്ചനാണ് ഞങ്ങളെ താരാട്ട് പാടി ഉറക്കിയിരുന്നത്. അന്ന് ഞങ്ങളെ 7 പേരെയും അച്ചാച്ചൻ ഒരേ പാട്ട് പാടിയാണ് ഉറക്കിയിരുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു പാട്ട്, നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ. ഞങ്ങൾക്ക് 7 പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഗാനവും ഇത് തന്നെയാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ അമ്മച്ചി പഠിപ്പിച്ചിരുന്ന പതിമറ്റ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ സ്കൂളിനടുത്തൊരു പള്ളിയുണ്ട്. ഞങ്ങൾ എന്നും ചോറുണ്ടിട്ട് ഉച്ചയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം കൂടി പള്ളിയിൽ പോകും. കുഞ്ഞുങ്ങളാണ്, 1 മുതൽ 4 വരെ പഠിക്കുന്ന കാലഘട്ടം. വിസീത്ത കഴിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അന്ന് വിസീത്ത എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പള്ളിയിൽ മറ്റാരുമില്ല. ഞങ്ങൾ ചെന്ന് അവിടെ വെച്ചിരിക്കുന്ന രൂപങ്ങളുടെ ഒക്കെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് മാതാവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതായിരുന്നു ഇഷ്ടം. വലിയ ഒരു നിത്യസഹായ മാതാവിന്റെ പടം ഉണ്ടായിരുന്നു. അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും. അമ്മയുടെ സൗന്ദര്യം ആസ്വദിക്കും, സംസാരിക്കും, ഉണ്ണിയെ നോക്കി നിൽക്കും. എനിക്ക് ഏറ്റവും സങ്കടം അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയുടെ കാലിലെ പൊട്ടിയ ചെരുപ്പായിരുന്നു. ആ ഉണ്ണിക്ക് ഒരു നല്ല ചെരുപ്പ് മേടിക്കാൻ അമ്മയ്ക്ക് കാശില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ സങ്കടം. പൂക്കൾ കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ മുതൽ മാതാവിനോട് സംസാരിച്ചാണ് ഞാൻ വളർന്നു വന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ വലിയ ആഘോഷമായ നൊവേന ഉണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ. എനിക്ക് പരിചയമുള്ള മാതാവായിരുന്നത് കൊണ്ട് ഞാൻ എന്നും മാതാവിന്റെ മുഖത്തേക്ക് നോക്കി ഉറക്ക പാട്ടുകൾ പാടും, പ്രാർത്ഥനകൾ ചൊല്ലും. വീട്ടിലും അതേപോലെ തന്നെ ഒരു നിത്യസഹായ മാതാവിന്റെ രൂപമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവിനോട് സംസാരിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. എന്ത് കിട്ടിയാലും മാതാവിനെ കാണിച്ചു കൊടുക്കും. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് സങ്കടവും ദേഷ്യവും ഒന്നും വന്നാൽ അങ്ങനെ പ്രതികരിക്കാനൊന്നും പറ്റില്ല. സങ്കടങ്ങളെല്ലാം മാതാവിനോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയ ജോലിയൊക്കെ ചെയ്തിരുന്നത്. ഒരു 10-12 വയസ്സായപ്പോഴേക്കും മിക്കവാറും ജോലികൾ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരാതി കൂടാതെ ചെയ്യും. എല്ലാം മാതാവിനെ കാണിച്ചു കൊടുക്കും. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഈശോയെ
സംസാരിക്കും. ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം MA B.Ed കാര്യമാകണമെന്നായിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചു MA B.Ed കാര്യമാകാൻ. പക്ഷെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നെ TTCക്ക് വിട്ടു. TTC പാസ്സായാൽ പെട്ടെന്ന് ജോലി കിട്ടും. ഞങ്ങൾ 4 പെൺമക്കളായി 7 പേരിൽ വാല വളർന്നു വരികയാണ്. ഒത്തിരി കരഞ്ഞു പിടിച്ച് സങ്കടത്തോടെ ഞാൻ TTCക്ക് പോയി. തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസിൽ പോയി പഠിച്ചു. അന്ന് ഞാൻ താമസിക്കുന്ന DM സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിൽ ചാപ്പലിൽ മാതാവിന്റെ ഒരു രൂപമുണ്ട്. ചോറുണ്ടിട്ട് ഞാൻ രാത്രിയിൽ അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കും. ഇരുട്ടത്ത് അമ്മയെ അലങ്കരിച്ച നീല ലൈറ്റിന്റെ വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. കുറെ നേരം നോക്കി നിന്ന് സംസാരിക്കും, എന്റെ സങ്കടങ്ങൾ പറയും. അതിനുശേഷം ഞാൻ TTC പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടി. അപ്പോഴേക്കും എന്റെ അമ്മച്ചി പെൻഷനായി. 2 ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു. അടുത്തത് എനിക്ക് ദിവസം തോറും കല്യാണാലോചനകൾ വരാൻ തുടങ്ങി. പക്ഷെ ഒരു കുഴപ്പം, എല്ലാവർക്കും ലക്ഷങ്ങൾ സ്ത്രീധനം വേണം. ഞങ്ങൾക്കാണെങ്കിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്. 2 ചേച്ചിമാരെ കെട്ടിച്ചു വിട്ടില്ലേ, എല്ലാവർക്കും ലക്ഷങ്ങളാണ് വേണ്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, സ്ത്രീധനത്തിന് വേണ്ടി പേശാത്ത ഒരു ചെറുക്കൻ എന്നെ വന്ന് കെട്ടണം. അതിനുവേണ്ടി ഞാൻ നിരന്തരം ജപമാല ചൊല്ലി ഉപവസിച്ചു, നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുമ്പോൾ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ചു നിന്ന് രാത്രി കാലങ്ങളിൽ ജപമാല ചൊല്ലി. എന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കി, ഓ അവളൊരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല, പതറിയില്ല. നല്ലൊരു ഭർത്താവിനെ കിട്ടിയ എന്താ കഴിക്കുമോ ഞാൻ ചോദിച്ചു. ഏതായാലും തുടർച്ചയായി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡിമാൻഡുകൾ വെച്ചു. അമ്മേ, എനിക്ക് സ്ത്രീധനത്തിന് വേണ്ടി പേശാത്തൊരു ചെറുക്കൻ വേണം. എന്നേക്കാൾ ക്വാളിഫിക്കേഷൻ വേണം. മാതൃഭക്തനായിരിക്കണം. കുടിക്കുകയോ വലിക്കുകയോ ചെയ്യരുത്. സുന്ദരനായിരിക്കണം. ഈ ഡിമാൻഡുകളെല്ലാം ഞാൻ വെച്ചു. നീ ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ ഞാൻ ജീവിക്കും. എന്റെ ആഗ്രഹം നീ സാധിച്ചു തരണം. ഒരു ദിവസം എന്നെ കാണാൻ ഒരു ചെറുക്കൻ വന്നു. ഞാൻ തൃപ്പൂണിത്തറയ്ക്കടുത്ത് തിരുവാണിയൂർ എന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തറയ്ക്കടുത്ത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി, BCom ICWA ക്വാളിഫിക്കേഷൻ, ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ചെറുക്കൻ, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു തന്ന ഒരു ചെറുക്കൻ എന്റെ ചേട്ടായി. എന്നെ കണ്ട ശേഷം എന്റെ വീട്ടിലേക്ക് എഴുതി, സ്ത്രീധനത്തെക്കാൾ ഉപരി സ്ത്രീ എന്ന ധനത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്ക് വേണ്ടത് എന്നോടൊപ്പം ജീവിക്കാൻ നല്ലൊരു പെണ്ണിനെയാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ തൊഴുകൈകളോടെ നിന്നു. ഞാൻ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും പ്രാർത്ഥിച്ചതിലും ഉപരിയായി എനിക്ക് ആഗ്രഹിക്കാൻ പോലും അർഹതയില്ലാത്ത തരത്തിലുള്ള ഒരു ചേട്ടായി എനിക്ക് തന്നു. ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു എന്റെ അമ്മ, എന്റെ പരിശുദ്ധ അമ്മ. സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതം. നല്ല വീട്ടുകാർ, നല്ല അമ്മായി അമ്മ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഡിമാൻഡ് വെച്ചു, അമ്മേ, ഞങ്ങൾക്കൊരു മോനെ വേണം. ആദ്യത്തേത് മോൻ തന്നെ വേണം. എനിക്ക് നിർബന്ധമായിരുന്നു. നൊവേന ചൊല്ലി, ജപമാല ചൊല്ലി, തുടർച്ചയായി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു മോനെ തന്നു. മോനുണ്ടായി ഉടൻ തന്നെ അടുത്ത പ്രാർത്ഥന തുടങ്ങി. അയ്യോ, ഞങ്ങൾക്കൊരു മോള് വേണം. മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. തുടർച്ചയായി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അമ്മയോട് ചോദിച്ചാൽ അമ്മ തരും. നൊവേന ചൊല്ലി, തുടർച്ചയായി പ്രാർത്ഥിച്ചു. മോന് 2 വയസ്സാകുമ്പോഴേക്കും മോള് വേണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. മോന് 2 വയസ്സാകുന്നതിന്റെ തലേമാസം ഞങ്ങൾക്കൊരു മോളുണ്ടായി. അങ്ങനെ ചോദിച്ചതെല്ലാം, ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ അമ്മ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേയേറെ പ്രതിസന്ധികളെ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഡിവിഷൻ പോയി. ഞാനാണ് ജൂനിയർ മോസ്റ്റ്. ഞാൻ ത്രോൺ ഔട്ടായി. പെരപണി നടക്കുന്ന സമയം പിള്ളേർ 2 പേരും കുഞ്ഞുങ്ങൾ. എനിക്ക് ട്രാൻസ്ഫർ. എന്നെ ട്രാൻസ്ഫർ ചെയ്തത് അടുത്തെങ്ങുമല്ല, റാന്നിയിലേക്ക്. പതറിയില്ല, നിരാശപ്പെട്ടില്ല. മാതാവിന്റെ ജപമാല മുറുക്കെ പിടിച്ചു. മാതാവിന്റെ മുമ്പിൽ തിരികൊളുത്തി പ്രാർത്ഥിച്ചു. എന്റെ ചേട്ടായിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതൽ മാതാവിന്റെ മുമ്പിൽ, നിത്യസഹായ മാതാവിന്റെ മുമ്പിൽ തിരികൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. അതിന് ഇന്നും മുടക്കം വരുത്തിയിട്ടില്ല. ഇന്ന് മുംബൈ ബേലാപൂർ CBD ബേലാപൂരിൽ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫിനാൻസ് ആയി ജോലി ചെയ്യണം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് ജോലി ചെയ്യുവാണ്. ഇപ്പോഴും താമസിക്കുന്നതിനടുത്തുള്ള മാതാവിന്റെ പള്ളിയിൽ പോയി തിരികൊളുത്തി പ്രാർത്ഥിക്കും. അതിന് മുടക്കം വരുത്തിയിട്ടില്ല. 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരികെ ട്രാൻസ്ഫർ കിട്ടി. മോൾക്കന്ന് 3 മാസം പ്രായമേ ഉള്ളൂ. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നീട് എന്റെ ചേട്ടായി എന്നെ B.Ed പഠിപ്പിച്ചു. ഞാൻ 1 വർഷം ലീവ് എടുത്ത് തൃപ്പൂണിത്തറ B.Ed പഠിച്ചു. B.Ed പാസ്സായതിന്റെ പിറ്റേ മാസം എന്നെ തിരുവല്ലയിലേക്ക് ഹൈസ്കൂളിലേക്ക് വെച്ചു. അന്ന് തുടങ്ങി എന്റെ ട്രെയിൻ യാത്ര. ഇന്ന് 17ാമത്തെ വർഷമാണ്. തുടർച്ചയായി ദിവസവും ട്രെയിനിന് പോയി വരുന്നു. ട്രെയിനിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയം ജപമാല ചൊല്ലാം, നൊവേന ചൊല്ലാം. ഒരുപാട് നേരം മാതാവിനെ ധ്യാനിച്ചിരിക്കാം. ഈശോയുടെ തിരുമുറിവുകൾ ധ്യാനിക്കാം. ജപമാല ചൊല്ലുന്നതോടൊപ്പം ഞാൻ എന്റെ പഠനം തുടർന്നു. വലിയ ആഗ്രഹം വീണ്ടും പഠിക്കണമെന്ന്. അങ്ങനെ പഠിച്ച്
MA ഹിസ്റ്ററി എടുത്തു, വീണ്ടും പഠിച്ചു MA എക്കണോമിക്സ് എടുത്തു, വീണ്ടും പഠിച്ചു, സെറ്റ് പാസ്സായി. ഒരു MA BEd കിട്ടണമെന്ന് ആഗ്രഹിച്ച എനിക്ക് 2 MAയും BEdും സെറ്റും തന്നു. എന്നെ അനുഗ്രഹിച്ചു എൻ്റെ അമ്മ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വിവാഹശേഷം ദമ്പതി ധ്യാനത്തിനൊക്കെ പോയിട്ടുള്ളത്. ദമ്പതികൾ ഒരുമിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന കൃപ അതൊന്ന് വേറെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി, ചേട്ടായുടെ വീട് മലയാറ്റൂരടുത്ത് മഞ്ഞപ്ര നടുവട്ടം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഒരിക്കൽ ഒരു ഞായറാഴ്ച വീട്ടിൽ ചെന്നിട്ട് മലയാറ്റൂർ പോയി. ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങോട്ട് ലൈൻ ബസ്സിന് പോയി, മല കയറി കുരിശിന്റെ വഴിയൊക്കെ എത്തിച്ച് തിരിച്ചിറങ്ങി വന്നപ്പോഴേക്ക് രാത്രി 9 മണി കഴിഞ്ഞു. നോക്കിയപ്പോൾ ഒറ്റ ബസ്സില്ല. വന്നതെല്ലാം വിദൂര സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെയും കൊണ്ട് വന്ന ബസ്സുകൾ, വണ്ടികളാണ്. ഞങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് 5 കിലോമീറ്റർ പോയാൽ മതി, ഞങ്ങളെ കൂടി ഒന്ന് കയറ്റാമോ? ആരും സമ്മതിച്ചില്ല. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഞങ്ങളെ ആർക്കും പരിചയമില്ല. പതറിയില്ല, ജപമാല കയ്യിലെടുത്തു. ഞങ്ങൾ രണ്ടുപേരും കരങ്ങൾ കോർത്തു പിടിച്ചു, റോഡ് സൈഡിലേക്ക് മാറി നിന്നു, ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒട്ടും വിഷമം തോന്നിയില്ല. ജപമാലയുടെ ഒരു രഹസ്യം കഴിഞ്ഞപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. അതിന്റെ ലൈറ്റ് കൃത്യം ഞങ്ങളുടെ നേരെ തന്നെ പതിഞ്ഞു നിന്നു. അതിൽ നിന്ന് ഒരു ചേട്ടൻ ഇറങ്ങി വന്നിട്ട് ചേട്ടായോട് ചോദിച്ചു, എന്താണ് മീസ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, വീട്ടിൽ പോകാൻ വാഹനമില്ല. അതിനെന്തിനാ വിഷമിക്കുന്നത്? ഇതല്ലേ നമ്മുടെ വണ്ടി, വാ നമുക്ക് വീട്ടിൽ പോകാം. ഞങ്ങൾ വീട്ടിൽ കയറി സന്തോഷത്തോടെ വീട്ടിലെന്നു. മാതാവിന്റെ മുമ്പിൽ നിറകണ്ണുകളോടെ തൊഴുകരങ്ങളോടെ നിന്നു. ഞങ്ങളുടെ പള്ളിയിൽ വികാരി അച്ഛനായിരുന്ന ഫാദർ ജോസ് പുതിയടത്തച്ഛൻ ഇരിക്കുന്ന കാലം. അന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ അഗസ്റ്റിൻ മോഞ്ഞേരി അച്ഛൻ ഇരിക്കുന്നത്. ഞങ്ങളുടെ വായിൽ കൊച്ചച്ഛനെ വരുവുള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛനായിരുന്നു, വിശുദ്ധനായ ഒരു കൊച്ചച്ഛൻ. വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. ഒരു സൈക്കിളിലാണ് എന്നും പള്ളിയിൽ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയടത്തച്ഛൻ ഇറ്റലിയിൽ നിന്ന് റോസാമിസ്റ്റിക മാതാവിന്റെ ഒരു തിരുസ്വരൂപം കൊണ്ടുവന്നു. അതിൽ നിന്നും തേനൊഴുകാൻ തുടങ്ങി. അങ്ങനെ ആ രൂപം പള്ളിയിൽ ആഘോഷമായി പ്രതിഷ്ഠിച്ചു. എല്ലാ മാസവും 13-ാം തീയതി റോസാമിസ്റ്റിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അന്ന് ആ ദിനത്തിൽ ചൊല്ലുന്ന നൊവേന നിത്യസഹായ മാതാവിന്റെ നൊവേനയായിരുന്നു. കാരണം അന്ന് റോസാമിസ്റ്റിക മാതാവിന് നൊവേനയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ചേട്ടായി പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത്, കുർബാനയുടെ സമയത്ത് ശക്തമായ ഒരു ആഗ്രഹം മാതാവ് തോന്നുകയാണ്, റോസാമിസ്റ്റിക മാതാവിന്റെ ഒരു നൊവേന തയ്യാറാക്കാൻ. ചേട്ടായി അച്ഛനോട് പറഞ്ഞു. അച്ഛന് ഭയങ്കര തിരക്കുള്ള സമയം. ചേട്ടായി തന്നെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുനിയരി അച്ഛനെ കാണിച്ചു. പിന്നെ പുതിയടക്കച്ചൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. എല്ലാ ദിവസവും തന്നെ രാത്രി 9 മണിക്ക് ശേഷം പുതിയടക്കച്ചൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഇതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി. അച്ഛൻ അതിനെ ഉടച്ചു വാർത്തു. അപ്പോൾ എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞു, ഒരു നൊവേനയല്ലേ, 2 പാട്ടൊക്കെ വേണ്ടേ? ഞാൻ വൈകുന്നേരം ട്രെയിനിൽ തിരിച്ചു വരുന്ന സമയത്ത് ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു ആഗ്രഹം, മാതാവിൻ്റെ ഒരു പാട്ട് എഴുതാൻ. ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ബുക്കും പേനയും എടുത്തു. ഞാൻ പറഞ്ഞു, അമ്മേ, നിന്നെ മഹത്വപ്പെടുത്താനുള്ള പാട്ടാണ്, എനിക്ക് പറഞ്ഞതാ. ഞാൻ എഴുതി, നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന പാട്ടിന്റെ ട്യൂണിൽ യേശുവിൻ അമ്മയായി പാരിൽ വീണുന്ന റോസാമിസ്റ്റിക മാതാവേ, വാഴ്ത്തുന്നു നിന്നാമം മോദമോടെന്നെന്നും പരിമളനാഥേ മാതാവേ. ഒരു സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ചിരുന്ന് ഞാൻ എഴുതി. ഒറ്റയടിക്ക് ആ പാട്ട് മുഴുവനും ഞാൻ പൂർത്തിയാക്കി. പിറ്റേ ദിവസം നൊവേനയുടെ അവസാനം എഴുതേണ്ട പാട്ട് എഴുതാൻ തീരുമാനിച്ചു. അത് മറ്റൊരു പാട്ടിന്റെ ട്യൂണിൽ എഴുതാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് പറഞ്ഞതാ, എന്താണ് എഴുതുന്നതെന്ന്, അമ്മയെ മഹത്വപ്പെടുത്താനുള്ള പാട്ടാണ്. അങ്ങനെ ഞാൻ എഴുതി, പരിമളനാഥേ മാതാവേ, വാഴ്ത്തുന്നു നിൻ തിരുനാമം, റോസാമിസ്റ്റിക മാതാവേ, പാടുന്നു നിൻ സ്തുതിഗീതം. ചങ്ങനാശ്ശേരിയിലുള്ള PJ ആന്റണി സാർ അത് ട്യൂൺ ചെയ്തു തന്നു. PJ ആന്റണി സാറും എൻ്റെ ചേച്ചിയുടെ മകൾ ജീവനും കൂടി ചേർന്നത് പാടി റെക്കോർഡ് ചെയ്തു. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ 13-ാം തീയതിയും റോസാമിസ്റ്റിക ദിനാചരണം നടക്കുമ്പോൾ ഈ നൊവേനയാണ് ചൊല്ലുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലേക്കും ഈ നൊവേന പുസ്തകം വാങ്ങിക്കൊണ്ട് പോവുകയും ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് ചേട്ടായി മാത്സിന്റെ ഒരു ബുക്ക് എഴുതിയായിരുന്നു. അതിനുശേഷം വിവാഹശേഷം ക്രൈസ്തവ പൊതുവിജ്ഞാനം എന്നൊരു പുസ്തകം എഴുതി. അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവിന്റെ ശക്തമായ ഒരു തോന്നൽ
ചേട്ടയുടെ മനസ്സിലുണ്ടാവുകയാണ്, മാതാവിനെ കുറിച്ചൊരു പുസ്തകം എഴുതണം. അങ്ങനെ പ്രാർത്ഥിച്ച്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ചേട്ടായി ഒരു പുസ്തകം തയ്യാറാക്കി, ദൈവമാതാവായ പരിശുദ്ധ മറിയം. അതിന് ഇന്ന് അത് എറണാകുളം മാർ ലൂയിസ് പബ്ലിക്കേഷനാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ധാരാളം കോപ്പികളാണ് അതിൻ്റേത് വിറ്റഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ സെപ്റ്റംബർ 19 ശനിയാഴ്ച രാത്രി 9 മണിക്ക് എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിൽ എൻ്റെ ചേട്ടായിയുടെ അനുഭവ സാക്ഷ്യമായിരുന്നു പറഞ്ഞത് PO ലൂയിസ് തൃപ്പൂണിത്തറ. ഇന്ന് അത് നെറ്റിലുണ്ട്, 20ാമത്തെ എപ്പിസോഡ്. എനിക്ക് ഏറ്റവും വിശുദ്ധമായി ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് ഏറ്റവും സഹായകമായത് എൻ്റെ ചേട്ടായിയാണ്, എൻ്റെ റോൾ മോഡൽ, പരിശുദ്ധ അമ്മ തന്ന സമ്മാനം. മാതാപിതാക്കൾ ഓർക്കുക, എപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കത്തുന്ന മെഴുകുതിരികൾ പോലെ ആയിരിക്കണം. അവർക്ക് നമ്മൾ മാതൃകയായിരിക്കണം. പണ്ടത്തെ നമ്മുടെ ചട്ടയും കൊണ്ട് മുടുത്ത് നടന്നിരുന്ന അമ്മച്ചിമാർ സദാസമയവും കൊന്ത കയ്യിൽ പിടിക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്യുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ സന്ധ്യയ്ക്ക് തന്നെ എല്ലാവരെയും കൂട്ടി ജപമാല ചൊല്ലാനും പ്രാർത്ഥന ചൊല്ലാനും അവർ വളരെയേറെ ശ്രദ്ധ കാണിച്ചിരുന്നു. അതെന്തൊരു ഐശ്വര്യമായിരുന്നു. ഇന്ന് ആ സ്ഥാനം സീരിയലുകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ അവൾക്ക് പഠിക്കാൻ സമയമില്ല, സന്ധ്യയാകുമ്പോൾ മുതൽ അവൾ സീരിയലുകൾ കാണുകയാണ്. പിറ്റേ ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ അറിയാൻ വരുന്നതേ താല്പര്യത്തോടെ ഇരിക്കുകയാണ്. ആരാണ് കുറ്റക്കാർ? മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. സീരിയൽ കണ്ട് ടെൻഷൻ പിടിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആ സമയം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ തൊട്ട് പുറകിലുണ്ടായിരുന്ന ഒരു വീട്, തൊട്ട് ചേർന്ന വീടാണ്. ആ വീട്ടിൽ മാതാപിതാക്കളും 2 മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതും ജപമാല ചൊല്ലുന്നതും അവർ സ്ഥിരം കേൾക്കുമായിരുന്നു. അവർ ജേക്കബൈറ്റ്സ് ആണ്. ഒരു ദിവസം ആ വീട്ടിലെ മൂത്ത മകനെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയെങ്കിലും നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ചെറിയൊരു ജോലി കിട്ടി. വിവാഹം കഴിഞ്ഞ് ആ കൊച്ചിന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ കൊച്ചിന്റെ ജോലി അങ്ങ് പോയി. ആ ആന്റി എൻ്റെ അടുത്ത് ഒത്തിരി കരഞ്ഞു, സിസ്റ്റർ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാനൊരു ജപമാല കൊടുത്തു, പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു, ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചു. എല്ലാ ദിവസവും ചേച്ചി ജപമാല ചൊല്ലാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ കിടക്കാൻ വരുമ്പോൾ ഈ ചേച്ചി ഏങ്ങലടിച്ചുകൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. 3 മാസം തികയുന്നതിന് മുൻപ് ആ ചേച്ചിയുടെ മകന് ഗൾഫിൽ ഒരു അമേരിക്കൻ കമ്പനി ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടി. അവരുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി. അവർക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമായിരുന്നു. കുഞ്ഞുങ്ങളെ കുഞ്ഞുനാൾ മുതൽ വളർത്തുമ്പോൾ ഈശോയിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് നടക്കാൻ പഠിപ്പിക്കണം. അവരുടെ വഴികളിൽ ഇടറാതിരിക്കാൻ പരിശുദ്ധ അമ്മയെ കൂട്ടിനേൽപ്പിക്കണം. അവരുടെ വാക്കുകൾ പതറാതിരിക്കാൻ വചനങ്ങൾ നാവിൽ നിക്ഷേപിക്കണം. ഓരോ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കണം. അവരുടെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ സമയവും പ്രാർത്ഥിക്കാം. വീട്ടിലായിരിക്കുന്ന സമയത്ത്, കറിക്കരിയുന്ന സമയത്ത് കറിക്കരിയുന്ന കഷ്ണങ്ങൾ നമ്മൾക്ക് കൊന്തപ്പുരുക്കളാക്കാം. അല്ലാത്ത സമയത്ത് മറ്റു ജോലികൾ ചെയ്യുമ്പോൾ എണ്ണം പറഞ്ഞു പ്രാർത്ഥിക്കാം. നമുക്കിത് മാതാവിനോടുള്ള ജപമാല, മറ്റാരെയും കേൾപ്പിക്കാനല്ല. ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. വീട്ടിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കണം. നമ്മുടെ പ്രാർത്ഥന, മറ്റു ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കോളും. രഹസ്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു മനസ്സിൽ അത് ഉറപ്പിക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. എത്രാമത്തെ നന്മ നിറഞ്ഞു പറയുമാ ഏത് രഹസ്യമാ നമ്മൾ മറന്നു പോകും. അതിന് രഹസ്യങ്ങൾ പറയുമ്പോൾ അത് പറഞ്ഞു ഉറപ്പിക്കണം. എണ്ണം പറഞ്ഞു ജപമാല ചൊല്ലണം. എപ്പോഴും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ എൻ്റെ ഈശോയോട്, എൻ്റെ മാതാവിനോട് ചേർന്നിരിക്കുകയാണ് എന്ന ചിന്തയോടെ നമ്മൾ ജീവിക്കണം. മറ്റു പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോയിക്കോളും. നിലനിൽപ്പിന്റെ വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. വചനമാണ് മാംസം ധരിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ദൈവമേ, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും നിനക്ക് സ്വീകാര്യമായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ പഠനത്തിനും ട്യൂഷനുമായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടി നടക്കുമ്പോൾ ഏശയ്യ 54:13 ഓർക്കണം. കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കുകയും ചെയ്യും. അവിടുന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നും ആവുകയില്ല. കുടുംബത്തിൽ സ്ത്രീകൾ നന്നായാൽ കുടുംബം നന്നാകും. നമുക്കൊക്കെ ഒരു കുഴപ്പമാണ് ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പ്രതികരിക്കും. പ്രാർത്ഥനയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ജപമാലയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. 99
ഞാൻ ട്രെയിൻ യാത്ര തുടങ്ങിയതാണ്. ആദ്യമൊക്കെ രാവിലെ 6:15 തൃപ്പൂണിത്തുറ നിന്ന് ട്രെയിൻ വിടും. കുഞ്ഞുങ്ങൾ 2 പൊടിക്കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എത്ര മണിക്ക് ഞാൻ എഴുന്നേറ്റാൽ 6:15 എനിക്ക് ട്രെയിനിൽ കയറാൻ പറ്റും. ട്രെയിനിൽ കയറിയാൽ തുടർച്ചയായി പ്രാർത്ഥിക്കും. വൈകുന്നേരം തൃപ്പൂണിത്തുറ സ്റ്റോപ്പില്ല ട്രെയിനിന്. ഞാൻ എറണാകുളത്ത് നോർത്തിൽ വന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് കയറി തൃപ്പൂണിത്തുറ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കരിങ്ങാച്ചൽ ചെന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും രാത്രി 8:30 മണി കഴിയും. എന്നാലും തുടർച്ചയായി ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പതറിയില്ല, നിരാശപ്പെട്ടില്ല. എൻ്റെ അമ്മ എൻ്റെ കൂട്ടിനുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചു. ജപമാല കൊടുത്തു, പ്രാർത്ഥനാ പുസ്തകം പഠിപ്പിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ചു, ഈ വണ്ടിക്ക് തൃപ്പൂണിത്തുറ വൈകിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിൽ ചെല്ലാമായിരുന്നല്ലോ. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അന്നത്തെ റെയിൽവേ സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള ആളായിരുന്നു. ഞങ്ങൾ ഒരുപാട് നിവേദനം കൊടുത്തു. അന്ന് പറഞ്ഞു, ചെന്നൈ മെയിൽ സൗത്ത് ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ഗാഡിയാണ്. തൃപ്പൂണിത്തുറ പോലെ ഒരു സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ പറ്റില്ല. ഞങ്ങൾ നിരന്തരം ജപമാല ചൊല്ലി തുടർച്ചയായി പ്രാർത്ഥിച്ചു. പിറ്റേ വർഷം ഇന്ത്യൻ റെയിൽവേ ചെന്നൈ മെയിലിന് തൃപ്പൂണിത്തുറ സ്റ്റോപ്പ് അനുവദിച്ചു തന്നു. ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ ട്രെയിൻ കത്തർക്കടവിൽ പിടിക്കും. അന്ന് കത്തർക്കടവിൽ പാലത്തിന്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് കടവത്ര ചെന്നിട്ട് ബസ്സിന് പോകും. അത്ര നേരത്തെ വീട്ടിൽ ചെല്ലാമല്ലോ. ഒരിക്കൽ കത്തർക്കടവിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ കൂട്ടുകാരും കൂടെയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. വണ്ടി സ്ലോ ചെയ്തു. എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഒരു സാർ ചാടി ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ വെയിറ്റ് ചെയ്യണേ, ഞാനും വരുന്നുണ്ട്. സാർ പറഞ്ഞു, ടീച്ചർ ഓടി വാ. പക്ഷെ വണ്ടി നിന്നില്ല. കുറെ കൂടി ദൂരം പോയിട്ടാണ് വണ്ടി നിന്നത്. ഞാൻ ഇറങ്ങി ഓടി. രാത്രി 7:30 ട്രാക്കിലൂടെ ഓടണമെങ്കിൽ വളരെ കഷ്ടപ്പാടാ. വളരെ സൂക്ഷിച്ച് ഞാൻ ഓടുമ്പോൾ ട്രാക്കിന്റെ അടുത്ത് പൊന്തക്കാടുകൾ വളർന്നു നിൽപ്പുണ്ട്. ഞാൻ അടുത്തെത്തിയപ്പോൾ ആ പൊന്തക്കാട്ടിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരികയാണ്. കൈ മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഞാൻ പേടിച്ചു പോയി, ഭയന്നു പോയി. എൻ്റെ അടുത്ത് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഉറക്കെ വിളിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ നിത്യസഹായ മാതാവേ. എഴുന്നേറ്റ് വന്നയാൾ ഷോക്ക് അടിച്ചു പോലെ അവിടെ നിന്നു. ഞാൻ ജീവനും കൊണ്ട് ഓടി. ഓടുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, അവിടുന്ന് തന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദക്കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കർത്താവിന്റെ ദൂതന്മാർ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കും. പരിശുദ്ധ അമ്മ എന്നെ പൊതിയുന്നതായി എനിക്ക് തോന്നി. ഞാൻ ആ സംഭവം അങ്ങ് മറന്നുപോയി. വീട്ടിൽ വന്നിട്ട് പോലും ഞാൻ ഓർത്തില്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നത്. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് കാഴ്ചവെക്കാം. സങ്കീർത്തനം 56:8 പറയുന്നു, അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. നമ്മുടെ ഓരോ കഷ്ടപ്പാടുകൾക്കും വരെയുള്ളതാണ്. ദൈവത്തിന് മുമ്പാകെ നമുക്കിത് കാഴ്ചവെക്കാം. അതിനെല്ലാം കണക്കുണ്ട്. കഷ്ടപ്പാടുകളിൽ മനമടുക്കരുത്, പിറുപിറുക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ചേട്ടായി MBA പഠിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തു. എല്ലാ സെമസ്റ്ററിലും അസൈൻമെന്റ് വെക്കണം. ലാസ്റ്റ് സെമ്മിലെ അസൈൻമെന്റ് ഒരെണ്ണം വെക്കാൻ പറ്റിയില്ല. കാരണം കമ്പനിയിലെ ജോലി തിരക്കാണ്. അന്ന് കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞു, 5 മണിക്ക് മുമ്പ് വെക്കണം. ഇനി 2.5 മണിക്കൂറേ ഉള്ളൂ. ചേട്ടായി എന്നെ വിളിച്ചു പറഞ്ഞു, അസൈൻമെന്റ് വെക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു, 2.5 മണിക്കൂർ സമയമില്ലേ? ചേട്ടായി എഴുത്, ഞാൻ പ്രാർത്ഥിക്കാം. ഞാനും കുഞ്ഞുങ്ങളും കൂടി ഇരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. ചേട്ടായി അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ അസൈൻമെന്റുകളെക്കാൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഈ അസൈൻമെന്റിനായിരുന്നു. അതുപോലെ ചേട്ടായി പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ചേട്ടായിക്ക് എല്ലാ സെമസ്റ്ററിലെ എല്ലാ പേപ്പറും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിച്ചു. പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ അർപ്പിക്കണം. നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന തമ്പുരാനാണ്. നമ്മളെ സ്നേഹിക്കാൻ, അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണം. വിശുദ്ധ ബലിയിലേക്ക് അർപ്പിക്കണം. അർപ്പിക്കുന്നതൊന്നും അനുസ്മരിക്കപ്പെടാതെ പോവുകയില്ല. നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന തമ്പുരാൻ നമ്മുടെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം തരും. ഒട്ടും നിരാശരാകരുത്, പതറരുത്. നമ്മുടെ വീഞ്ഞു പോയി എന്ന്, തീർന്നു പോയി എന്ന് നമ്മുടെ അമ്മ അവിടുത്തെ പുത്രന്റെ അടുക്കൽ ചെന്ന് പറയും, നമുക്ക് ആവശ്യമുള്ള വീഞ്ഞു വാങ്ങിത്തരും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ നമ്മളിൽ എളിമയുണ്ടാകും, വിനയമുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും. പരിശുദ്ധനായ ദൈവത്തിന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കണ്ട ദിവ്യ സക്രാരിയാണ് പരിശുദ്ധ അമ്മ. അവളുടെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയായി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാം. പിതാവിന്റെ പുത്രി, പുത്രന്റെ അമ്മ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുഴുവനും മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് വായിച്ചു നോക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലും ബാറുക്കിന്റെ പുസ്തകത്തിലും ജ്ഞാനത്തിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്.
രീതിയിലാണ്